പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇന്ന് 5-ാം മാസത്തെ സ്കാനിങ് ഉണ്ട്. ആലത്തൂർക്ക് എഴുത്തുന്നിട്ട് വേണ്ടി പോവുകയാണ്. രാവിലെ കാണിച്ചിട്ട് നല്ല മഴയും. ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കാണിച്ചിട്ട് നേരെ സമയം കിട്ടി പറഞ്ഞാൽ 2 മണിൻ്റെ ഉള്ളിലാണ് പറഞ്ഞു. ഡോക്ടർ പാലാനിക്ക് കൊണ്ടുവരികയും പറഞ്ഞാണ്. എത്ര സമയമാകുമെന്ന് അറിയില്ല. നല്ല മഴയും രാവിലെ കാണിച്ചിട്ട് പോയി 3 പേരും കൂടെ പോവുകയാണ്. പോയി അവിടെ പോയി കാണിച്ചിട്ട് വേണം, റിസൾട്ട് കിട്ടിയിട്ട് വേണം അവിടെ കൊണ്ട് കാണിക്കാൻ. 5-ാമത്തെ സ്കാനിങ് അവർ ആലത്തൂർക്ക് ആലത്തൂർ പിന്നെ ഇവിടേക്ക് എഴുത്തുന്നാണ്. സ്റ്റേഡിയം ബൈപ്പാസിൻ്റെ അവിടെ ഉണ്ട്. രണ്ടവിടേക്ക് എഴുത്തുന്നു. അതെങ്കിൽ ഒന്നിന് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ ആലത്തൂർ തന്നെ പോകണം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പേര് മഴയാണ്. മഴ അവധി കൊടുത്തിരിക്കുകയാണ് പാലക്കാട് ജില്ലയ്ക്കൊക്കെ. ഇപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇതൊന്ന് 16-ാം തീയതി എടുക്കുക തന്നെ വേണം പറഞ്ഞപ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ നനയില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. ഇത് കുഴമ്പൊന്നും വഴിക്ക് പോകണം ആലത്തൂർക്ക്. ഉണ്ടല്ലേ മഴ, ശരിയായ മഴ. കണ്ടങ്ങളൊക്കെ പുള്ളുന്നായിരിക്കുന്നു. പെരിയപ്പാലത്തിൻ്റെ അവിടെയാണിത് സ്ഥലം. പെരിയപ്പാലം കുഴമ്പൊന്നും പോണ വഴി. ഒരു നിദാനവും ഇല്ല. ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തിട്ട് നേരം കിട്ടുമെന്നാണ് ഇപ്പോൾ. നേരം കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ. പെരിയപ്പാലം എത്തി. പെരിയപ്പാലത്തിൻ്റെ അടുത്ത് കണ്ടങ്ങളൊക്കെ ഉണ്ട്. ഇത് കിടക്കണ വേഷം. പെരിയപ്പാലം എത്തി. പെരിയപ്പാലം കടന്നു. പെരിയപ്പാലം കടന്ന് ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. തോട്ടിങ്ങൽ പള്ളി പറയും. ഞങ്ങൾ എറണാകുളം ആസ്പത്രിക്ക് പോകുമ്പോൾ 27 മുതൽ ഞങ്ങൾ എറണാകുളം പോയി. എറണാകുളം പോകുമ്പോൾ ഒക്കെ ഞങ്ങൾ ഇവിടെ നിർത്തി, ആ തങ്ങളിൽ പാപ്പാൻ്റെ അമ്മർത്ത് നിർത്തി ഉണ്ടി പൈസ ഇട്ടിട്ടാണ് പോവുക. 4 മണിക്കൊക്കെ വരും. പുലർച്ചെ 4 മണിക്ക് ഇവിടെ നിർത്തി പൈസ ഇട്ടിട്ടാണ് പോവുക. 4 മണിക്ക് പോയാലാണ് 8-9 മണിയാകുമ്പോഴേക്കും എറണാകുളം എത്തുള്ളൂ. അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോഴേക്കും ഡോക്ടർ വരെ പാവമാവും. അങ്ങനെ ഞങ്ങൾ ഈ പള്ളിയിലൊക്കെ പോയി ഉണ്ടിയിലൊക്കെ പൈസയൊക്കെ ഇട്ട് എന്നിട്ടാണ് ഞങ്ങൾ പോവുക. എപ്പോഴും ഞങ്ങൾ 10-28 മതി പോയി. അപ്പോൾ ഒക്കെ അങ്ങനെ തന്നെ പോവുക. ആ പള്ളിയിൽ പോയി അവിടെ നിർത്തി. നല്ല ഊറ്റുള്ള പള്ളിയാണ്. ചെറിയ പള്ളി വേണ്ടിട്ട് കാര്യമില്ല. നല്ല ഊറ്റുള്ള പള്ളിയാണ്. ഈ റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ ഇവിടെ പള്ളിയിൽ നിർത്തി ഉണ്ടിയിൽ നിർത്തി പൈസ ഇട്ടിട്ടാണ് പോവുക. നല്ല പള്ളിയാണ്. എത്ര വെള്ളം വന്നാലും ആ പള്ളിയിനുള്ളിലേക്ക് വെള്ളം കയറില്ല. നല്ല വിളി കേൾക്കുന്ന പള്ളിയൊക്കെയാണ്. ഇതാണ് ആ കാണുന്ന പള്ളിയാണ് തോട്ടിങ്ങൽ പള്ളി. എത്ര വെള്ളം എന്ന് പറഞ്ഞാൽ അതിനുള്ളിലേക്ക് വെള്ളം കയറില്ല. വെള്ളം അടിയിൽ കൂടെ പോണ്. ഞങ്ങൾ ഇവിടെ നിർത്തിയേ ഉണ്ടിയിൽ പൈസ ഇട്ടിട്ടാണ് പോവുക. പുലർച്ചെ 4 മണിക്കൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കും. നിർത്തി പള്ളി നിർത്തി തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് പൈസയൊക്കെ ഇട്ട് പോയി നേർന്ന് ഞങ്ങൾക്കൊരു തടസ്സം കൂടാണ്ട് പോയി നേർന്നിട്ട് ഞങ്ങൾ കൊണ്ടിട്ടിട്ട് വരും. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു മുടക്കും ഇതുവരെ വരുത്തിയിട്ടില്ല തങ്ങൾ പാപ്പ. ഇതാണ് തോട്ടിങ്ങൽ പള്ളി. നല്ല വർഷം തോറും ഇവിടെ നേർച്ച കയറ്റും. 10-15 ചെമ്പ് ചോറ് വയ്ക്കും. അതിനുള്ള കറികളൊക്കെ വെച്ച് ജനങ്ങളൊക്കെ അത്ര വന്ന് വരുന്നിട്ട് ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം വന്ന് വരുന്നിട്ട് ചോറ് കിട്ടിയിട്ടില്ല. അത്രയും തിരക്കാണ് പള്ളിയിൽ ചോറ് വാങ്ങിക്കാൻ ആൾക്കാർ. ആസ്പത്രി എത്തി. ഇതാ അവിടെ ആസ്പത്രിയുടെ ഉള്ളിൽ ചെറിയൊരു കുളം ഉള്ളിൽ. നല്ല രസമുണ്ട് കാണാതെ ഉള്ളിൽ. ആസ്പത്രിയുടെ ഉള്ളിൽ. ആലത്തൂരാണ് ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ സ്കാനിങ്ങിന് ഇവിടെ എഴുതി തന്നപ്പോൾ വന്നതാണ്. ചെറിയൊരു ഉള്ളിൽ നല്ലതാ ഷൂട്ടിങ്ങൊക്കെ എടുക്കാം. ആസ്പത്രിൻ്റെ ഉള്ളിൽ ചുറ്റും കെട്ടിയിട്ട് ഒരു കുളം. ആ കുളത്തിൻ്റെ അവിടെ ഇല്ലേ ചെറിയൊരു പ്ലാവ് മരം. എത്ര തന്നെ ഉണ്ട്. അതിൽ ചക്ക കാച്ചി നിൽക്കരുതാ. ചെറിയ പ്ലാവും തൈ 2 ചക്ക കാച്ചി നിൽക്കുന്നു. ആലത്തൂര്. ഇതാണ് ചെറിയ കുളം ഹോസ്പിറ്റലിന് മുന്നിൽ. സ്കാനിങ് എടുക്കാൻ കുത്തിരിക്കുകയാണ്. ഫസ്റ്റ് ടോക്കനൊക്കെ കിട്ടി. പക്ഷേ മാഡം എറണാകുളത്ത് നിന്ന് വരികയാണ്, ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്, 12 മണിയാകും എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് നമുക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ചായക്കടയ്ക്കൊക്കെ ഒന്ന് പോകണം വേണ്ടിയിരിക്കും. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ OP ടിക്കറ്റ് വാങ്ങിക്കുന്ന OP ടോക്കൻ എടുക്കുന്ന സ്ഥലം ഹോസ്പിറ്റലിൻ്റെ. ആസ്പത്രിയിൽ പോയി ആരും വന്നിട്ടില്ല. അവിടെ എല്ലാവരും വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ വരാൻ വൈകും, നിങ്ങളിത്തിരി വൈകിട്ട് വന്നാൽ മതി വേണ്ടി. ഞങ്ങൾ ഇടയിൽ വഴി എത്തിയിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെ ഇനി എന്തായാലും തിരിച്ച് വരുന്നില്ലേ മഴയത്തെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി. പോയി ടോക്കൺ എടുത്തിട്ടിരിക്കും. ഫസ്റ്റ് ടോക്കനൊക്കെ കിട്ടി.
ആട്ടം കെട്ടി അതിനടുത്ത് അപ്പോഴേക്കും നമ്മൾ എന്താ പറയുക ആസ്പത്രികളിലൊക്കെ എടുത്തുകൊണ്ട് വിശക്കുന്നു പറഞ്ഞു. അപ്പോൾ വിശക്കുന്നു പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്താ അവിടെ കിട്ടുക പറഞ്ഞ് നോക്കിയിട്ട് അവിടെ ഉള്ളത് അതന്നെ, സമൂസയുണ്ട്, ഇഡ്ഡലിയുണ്ട്, ചായയുണ്ട്, പിന്നെ കുറേ നേരം ഇരുന്ന് പൊറോട്ട തരാൻ പറഞ്ഞു. അതൊന്നും കഴിച്ചില്ല. അവൾക്കൊരു 3 ഇഡ്ഡലിയും വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ വേറെ സമൂസയും ചായയും കഴിച്ചു. എന്നിട്ടും ഡോക്ടർ വന്നിട്ടില്ല, ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ചെറിയ തട്ടുകടയിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, ചായയും ഇഡ്ഡലിയും ചട്നിയും ഒക്കെ. വലിയ കടയിൽ പോയില്ലെങ്കിലും